ഹലോ ഹായ് ക്രിക്കോന്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നലത്തെ മത്സരമായ പഞ്ചാബ് ഡൽഹി മത്സരം എത്ര ആവേശകരമായി എന്നുള്ളത് കണ്ടു നിന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഡൽഹി തന്റെ പ്ലേ ഓഫ് സാധ്യത തന്നെ നിലനിർത്തിയിരിക്കുന്നു. പ്ലേ സാധ്യത ഉണ്ട്. 50-50 ചാൻസ് ഉള്ള ബാക്കിയുള്ള ടീമുകൾ തോൽക്കുമാണ്. ഇനിയുള്ള രണ്ട് മത്സരങ്ങൾ ഡൽഹി ജയിക്കുമാണ്. അത് ഇന്നലെ ജയിച്ച പോലെ തന്നെ ജയം ജയിച്ച് ഇനി ഡി സിക്ക് എന്ത് ചെയ്യുക, നേരെ വണ്ടി ഓടിച്ച് പുറത്തേക്ക് പോകാം. ഇന്നലത്തെ മത്സരം ജയിച്ച പോലെ ജയിച്ചിട്ട് കാര്യങ്ങളില്ല. ഡൽഹിക്ക് ഇനി ജയിക്കണമെന്നുണ്ടെങ്കിൽ അത് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജയിച്ചേ പറ്റുള്ളൂ. റൺ റേറ്റ് എത്ര കൂട്ടാൻ പറ്റുമോ അത്രയും റൺ റേറ്റ് കൂട്ടിയാൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡൽഹിക്ക് ഒരു പ്ലേ ഓഫ് സാധ്യത തന്നെയാണ്. കാരണം ജയിച്ചു കഴിഞ്ഞാൽ 14 പോയിന്റ് ആവത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ കളിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 5-6 ഓവർ അവസാനിക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഞ്ചാബ് പിടിമുറുക്കി എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ആ ഒരു പാർട്ട്ണർഷിപ്പ് വരുന്നത്. അതായത് ഹർഷ പട്ടേൽ അതേപോലെ തന്നെ ഡേവിഡ് മില്ലറും തമ്മിൽ ഒരു ചെറിയ പാർട്ട്ണർഷിപ്പ് വരുന്നത്. പിന്നീട് വന്നവരെല്ലാം, അതായത് അവർ കോൺട്രിബ്യൂഷൻ പിന്നീട് വന്നവരെല്ലാം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 4 പ്ലെയർ ഒഴികെ ബാക്കി വന്നവരെല്ലാം ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻ, ചെറിയ ചെറിയ ബാളുകൾ തന്നു എന്നതിലാണ്. ചെറിയ ചെറിയ ബാളുകളിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ആ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻ തന്നത്. അതാണ് പെട്ടെന്ന് 19ാമത്തെ ഓവർ തന്നെ കളി ഫിനിഷ് ചെയ്യാനും കാരണമായത്. ഇനി നമുക്ക് ഫുള്ളായിട്ട് കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ബാറ്റ് ചെയ്ത പഞ്ചാബ്, പ്രിയാൻ ഷാരിയുടെ അറ്റാക്കിംഗ് ബാറ്റിംഗ്. പ്രിയാൻ ഷാരിയുടെ ബാറ്റിംഗ് അതേപോലെ തന്നെ പ്രസിംഗ് അവിടെ നിന്ന് കൊടുത്തു എന്നുള്ളത്, അത് അടിക്കാതെ ഞാൻ പറയുന്നില്ല. ആള് കുറച്ച് സ്ലോ ആയിട്ടാണ് കളിച്ചതെങ്കിൽ പോലും റിയാൻ ഷാരി അപ്പുറത്ത് അടിക്കുന്നതിന് സ്കോർ ഉയർന്നുകൊണ്ടിരിക്കേണ്ടിയിരുന്നു. പിന്നെ ശ്രേയസറിന്റെ നല്ലൊരു ഇന്നിങ്സ്, അതായത് 36 ബോളിൽ നിന്ന് 59 റൺസ് എടുത്ത നല്ലൊരു ഇന്നിങ്സ്. കൂപ്പർ കനോലി അറിയാലോ, ഫസ്റ്റത്തെ കുറച്ച് ബാളുകൾ മിസ്സാക്കിയതിന് ശേഷം പിന്നീട് റിതം കണ്ടെത്തി അടിക്കുന്ന ഒരു പ്ലെയറാണ്. ആ ഫസ്റ്റത്തെ എത്ര ബാൾ മിസ്സാകുന്നു എന്നുള്ളത് അതൊരു പ്രശ്നമാണ്. കാരണം ഇപ്പോഴത്തെ അഗ്രസീവ് ക്രിക്കറ്റിന് ഒരു 20 ബാളിൽ നിന്ന് 15 റണ്ണ് നിൽക്കുക, പിന്നീട് വിക്കറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഫസ്റ്റ് തന്നെ അടിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ IPL ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ബാൾ മുതൽ അറ്റാക്ക് ചെയ്ത് കളിക്കുക, അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല കൂപ്പർ കനോലി. മെല്ലെ കളിച്ച് പിന്നീട് അഗ്രസീവ് ക്രിക്കറ്റ് നമ്മൾ കണ്ടതാണ് ഒരു ദിവസം. നല്ല കളി കളിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നല്ല കളി അന്ന് കളിച്ചതാണ് ആള്. പിന്നെ ഉള്ളത് സ്റ്റോയിൻസ് ആണ്. സ്റ്റോയിൻസ് 2 ബോൾ 100 റണ്ണ്. ശശാങ്ക് സിംഗ് ഗോൾഡൻ ഡക്കായി മടങ്ങേണ്ടി വന്നു. ഷെഡ്ഗെ 8 ബോൾ 21 റൺസ്. അതാണ് സ്കോർ അത്രയും ഉയർത്താൻ വേണ്ടി സാധിച്ചത്. ഷെഡ്ഗയുടെ ആ ലാസ്റ്റത്തെ ഇന്നിങ്സ് ആണ്. 8 ബോളിന് 21 റൺസ് എടുത്തത് കൊണ്ടാണ് സ്കോർ ബോർഡ് 200ലും താണ്ടിയത്. ശ്രേയസർ വളരെ സ്ലോ ആയിട്ട് കളിക്കുന്ന പോലെ എന്നല്ല തോന്നിയത്. കണക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് ലാസ്റ്റത്തെ ഓവറുകളിൽ ശ്രേയസർ കുറച്ച് മെല്ലെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇനി ഡൽഹിയുടെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാർക്ക് അതുപോലെ തന്നെ വിക്കറ്റ് കിട്ടിയെങ്കിൽ പോലും നല്ല തല്ല് വാങ്ങി കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം നിർത്തിയത് എവിടെയാണോ അവിടെ വെച്ചിട്ട് തന്നെ സ്റ്റാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 57 റണ്ണ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തു 4 ഓവറിൽ. നബി 32 റണ്ണ് വിട്ടുകൊടുത്ത് വിക്കറ്റ് നിർത്തിയിട്ടില്ല. പക്ഷെ ആ പവർ പ്ലേയിൽ ആ ടീമുകൾ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ആൾക്ക് അടി കൊണ്ടിട്ടില്ല. അവർ 3 ഓവർ ഇറങ്ങിയിട്ട് പവർ പ്ലേയിൽ 22 റണ്ണ് മാത്രമേ ആൾക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നന്നായിട്ട് തന്നെ നബി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ബോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്കിടി നല്ല ചണ്ടയിട്ടുണ്ട്. 46 റണ്ണ് കൊടുക്കുന്നുണ്ട് 4 ഓവറിന്. പിന്നെ മുകേഷ് കുമാർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. എക്കണോമി വെറും 7.75 ഉള്ളൂ. 4 ഓവർ ഇരുന്നിട്ട് 31 റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇന്നലെ ഡെബ്യൂട്ട് ചെയ്ത തിവാരിയാണ്. തിവാരി 4 ഓവറിന് 40 റണ്ണ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് കൊടുത്തു. ഇനി ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൽഹിയുടെ ഫസ്റ്റത്തെ 3 വിക്കറ്റ് പെട്ടെന്ന് തന്നെയായിട്ട് നഷ്ടപ്പെട്ടു. അതായത് രാഹുൽ 9 റൺസ് എടുത്തിട്ട് മടങ്ങി. പോരൽ 5 റൺസ് എടുത്തിട്ട് മടങ്ങി. പരാഗ് 13 റൺസ് എടുത്തിട്ട് മടങ്ങി. സ്റ്റംസ് 12 റൺസ് എടുത്തിട്ട് മടങ്ങി. പിന്നീടാണ് ആ പാർട്ട്ണർഷിപ്പുകൾ വന്നു തുടങ്ങിയത്. ഈ സ്റ്റംസ് ഒക്കെ ആയിരുന്നു കഴിഞ്ഞാൽ 17 പന്തിൽ നിന്നാണ് 12 റൺസ് എടുത്തത്. പിന്നീടാണ് പാർട്ട്ണർഷിപ്പുകൾ വന്നു തുടങ്ങിയത്. 30 ബാളിൽ നിന്ന് 36 റൺസാണ് ആരെടുത്തത്, ഹർഷ പട്ടേൽ എടുത്തത്, നല്ലൊരു ഇന്നിങ്സ്. ഡേവിഡ് മില്ലർ 28 ബാളിൽ നിന്ന് 51 റൺസാണ് എടുത്തത്, അതും നല്ലൊരു ഇന്നിങ്സ്. പിന്നീട് അഷഡോ ശർമ്മയുടെ ഒരു ക്യാമിയോ ഇന്നിങ്സ്, അതായത് 10 ബോളിൽ നിന്ന് 24 റൺസ്. അതേപോലെ തന്നെ തിവാരിയുടെ ഒരു ക്യാമിയോ ഇന്നിങ്സ് 8 ബാളിൽ നിന്ന് 18 റൺസ്. പിന്നെ വന്ന് ലാസ്റ്റ് നബീലോട് ഉഗ്ര ഫിനിഷിങ് എന്ന് പറഞ്ഞാലും പോലെ ഫസ്റ്റത്തെ ബോൾ 4, രണ്ടാമത്തെ ബോൾ 6. കളി കഴിഞ്ഞു. കളി നെക്സ്റ്റ് ഓവറിലേക്ക് നീണ്ടുപോയി. കളി എന്ത് ചെയ്തിട്ടുണ്ട്, 19ാമത്തെ ഓവർ തന്നെ കളി കഴിയാൻ കാരണം നബീല ലാസ്റ്റത്തെ 2 അടിയാണ്. ഇങ്ങനെ പഞ്ചാബിന്റെ ബോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹർഷദീപ് നന്നായിട്ട് ബോൾ ചെയ്തു. 21 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തു 4 ഓവറിന്. പിന്നെ യാഷ് ഠാക്കൂറാണ്. യാഷ് ഠാക്കൂറിന്റെ ഈ സീസണത്തെ ഫസ്റ്റ് കളിയായിരുന്നു. അതിന് 4 ഓവർ ചെയ്തിട്ട് 55 റൺസ് കൊടുത്ത് 2 വിക്കറ്റ് തരും. അത്യാവശ്യം നന്നായിട്ട് തല്ലുകൊണ്ടിട്ടുണ്ട്. ജാൻസിന് വിക്കറ്റ് ഇപ്പൊ കിട്ടുന്നില്ല, പക്ഷെ ഫീൽഡിങ്ങിൽ ആള് കൂലിയാണ്. ഫീൽഡിങ്ങിൽ നല്ല ഫീൽഡിങ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഫീൽഡിംഗ് കൊണ്ട് കാര്യമില്ലല്ലോ, ബോളിംഗ് നന്നായിട്ട് ഇറങ്ങിയാൽ മാത്രമല്ല നമുക്ക് കളി എന്തെങ്കിലും കിട്ടുള്ളൂ. ചാൻസ് 4 ഓവറിന് 45 റൺസ് വിട്ടുകൊടുത്തു. പിന്നെ ഒരു ഡാഷസ് 51 റൺസ് വിട്ടുകൊടുത്തു 4 ഓവറിന്. സ്റ്റോയിൻസ് 3 ഓവറിന് 44 റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കളി എവിടെ പരാജയപ്പെട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്യാപ്റ്റൻസി മിസ്റ്റേക്ക് അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം.
ഒരു ബോളറും കൂടി ഈ ടീമിലുണ്ടായിരുന്നു, ചാഹൽ പറഞ്ഞൊരു ബോളർ. ചാഹൽ പറഞ്ഞൊരു ബോളറിന് ഇവർ ബോളിംഗ് പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ ചാഹലിന് എന്താ ബാറ്റ്സ്മാനായിട്ടാണ് കളിപ്പിച്ചത്, ഒരു പ്ലേയിൽ ഉൾപ്പെടുത്തിയത് ബോളറായിട്ടല്ലേ. പിന്നെ ഒരു ഓവർ പോലും കൊടുത്തിട്ട് ചാഹലിനെ പരീക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ്? അതായത് ഈ ഒരു പരിപാടി ഡൽഹി കാട്ടിയതുകൊണ്ടാണ്. ഡൽഹി കളിപ്പിച്ചത് മൊത്തം പേസർമാരെയാണ്. ആകെയിലുണ്ടായിരുന്നൊരു സ്പിന്നർ പറഞ്ഞത് അത് ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ ഓൾറൗണ്ടറാണ്. ക്യാപ്റ്റൻ ഇപ്പോൾ ബോൾ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവർ 5 പേസർമാരെ വെച്ചിട്ട് ഒരു ബോൾ ചെയ്തു. അത് തന്നെ ഇവിടെ പഞ്ചാബ് കാട്ടണമെന്നില്ല. ചാഹലിന് ഒരു ഓവർ കൊടുക്കായിരുന്നു. അത് 10ാമത്തെ ഓവറോ 15ാമത്തെ ഓവറോ 12ാമത്തെ ഓവറോ എന്ത് ചെയ്യായിരുന്നു, ചാഹലിന് കൊടുത്തുനിന്ന് പരീക്ഷ നോക്കുമായിരുന്നു. അവിടെ ടേൺ കിട്ടില്ല എന്ന് കരുതിയിട്ടാണ് ഈ പരിപാടി ചെയ്തതെങ്കിൽ അതെന്ത് ചെയ്യാണ്, അത് മിസ്റ്റേക്ക് തന്നെയാണ്. ശ്രേയസ് അയ്യറിന്റെ ഒരു ബിഗ് മിസ്റ്റേക്ക് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ബോളർ ഉണ്ടായിട്ടും ആ ബോളർക്ക് കൊടുക്കാതെ ഒരു പാർട്ട് ടൈം ബോളറെ പിടിച്ച് ബോൾ ചെയ്യിപ്പിക്കുക എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇന്നലെ കളി തോറ്റു തന്നെ ഞാൻ പറയേണ്ടത്. ഇസ്മായിലിനൊക്കെ 3 ഓവർ ഇറങ്ങിയിട്ട് 44 റൺസ് വിട്ടുകൊടുത്തിട്ട് ഒരു വിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ചാഹൽ ഒരു 2 ഓവർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫിനിഷിങ്ങിൽ ഓവർ ചെയ്യാൻ ആൾക്കാർ നിന്ന്, ഫിനിഷിങ്ങിൽ യാഷ് താക്കൂറിനും പിന്നെ സ്റ്റോയിൻസിന് മാത്രമേ ഓവറുള്ളൂ. അപ്പോൾ ചാഹലിനെ പിന്നെ എന്തിനാണ് കളിപ്പിച്ചത്? നല്ലൊരു ഫേസ് ബോളർ ഉണ്ടായിരുന്നില്ലേ, ഫേസ് ബോളറിനെ കളിപ്പിക്കായിരുന്നല്ലോ. അപ്പോൾ അതൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കളിയിലുണ്ടായ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാച്ചസ് ആണ്. ക്യാച്ചസ് ഇപ്പോഴും പഞ്ചാബ് പഴയ ലെവലിൽ തന്നെ ക്യാച്ചസ് വിട്ടുകൊണ്ടിരിക്കുന്നു. ഹർഷ പട്ടേലിന്റെ ഒരു സിമ്പിൾ ക്യാച്ച് അവിടെ മിസ്സാക്കുന്നുണ്ട്. അപ്പോൾ 25 റണ്ണിലേക്ക് ഹർഷ പട്ടേൽ നിൽക്കുന്നുണ്ട്. 56 റണ്ണ് ഹർഷ പട്ടേലായി. അപ്പോൾ ക്യാച്ചസ് വിന്നിങ് മാച്ചസ് എന്നാണ്. അപ്പോൾ അത് ഇപ്പോഴും പഞ്ചാബ് എന്ത് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 4ാമത്തെ തോൽവിയായി. ഈ ഒരു സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തോൽവി പറ്റിക്കുന്നത് പഞ്ചാബാണ്. ബാക്കിയുള്ള ടീമുകളൊക്കെ തിരിച്ചു വരേണ്ടതിൽ നിൽക്കുക, പഞ്ചാബ് എത്തിയ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ ഈ തോൽവിയോടെ പഞ്ചാബിന്റെ പ്ലേ ഓഫ് സാധ്യത വരെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ വിജയത്തോടെ ഡൽഹി 7ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ അവർ റൺ റേറ്റ് ഒരു പ്രശ്നമായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്ത് നിൽക്കുന്നത്. -0.993 മാത്രമേ റൺ റേറ്റ് ഉള്ളൂ. അപ്പോൾ റൺ റേറ്റ് അവർക്ക് പോകെ കളികൾക്ക് പ്രശ്നമായിരിക്കും. ഇനി ജയിച്ചാൽ 14 പോയിന്റ് ആവത്തുള്ളൂ. അപ്പോൾ പ്ലേ ഓഫിൽ കയറുമോ എന്നുള്ളത് എനിക്കൊന്ന് ഒരു 10% പ്ലേ ഓഫ് സാധ്യത ഇപ്പം നിലവിൽ നിൽക്കുന്നു. നിലവിലെ ടീമുകൾക്ക് 3 ടീമുകൾക്ക് 14 പോയിന്റ് വീതമായി. PBKS എന്ത് ചെയ്തിട്ടുണ്ട്, 13 പോയിന്റോടെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് നിൽക്കുന്നുണ്ട്, രാജസ്ഥാൻ റോയൽസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ സാധ്യത ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 10% എന്ത് ചെയ്യുന്നത്, ഡൽഹിക്ക് സാധ്യത കൊടുക്കുന്നുള്ളൂ. കൊൽക്കത്തയ്ക്ക് സാധ്യത നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഡൽഹിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൊൽക്കത്തയുടെ മുന്നിൽ നിൽക്കാനായാലും 2 കളി എക്സ്ട്രാ എന്ത് കളിച്ചിട്ടുണ്ട്, ഡൽഹി കളിച്ചിട്ടുണ്ട്. ഈ പഞ്ചാബിന്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ പഞ്ചാബാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൈസിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടീം. ഇപ്പോൾ പ്ലേ ഓഫിൽ പഞ്ചാബ് കയറും എന്നുള്ള സംശയമാണ്. അത് നോക്കിയാൽ മനസ്സിലാവും. ചെന്നൈ ഒപ്പം വന്ന് നിൽക്കുന്നു, അതേപോലെ തന്നെ RR ഒപ്പം വന്ന് നിൽക്കുന്നു. പഞ്ചാബിന്റെ ആകെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തിട്ട് ഒരു പോയിന്റ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, പഞ്ചാബ് ഇപ്പോഴും 4ാം സ്ഥാനത്ത് തുടരുന്നത്. അപ്പോൾ അടുത്ത കളി കൊണ്ട് തോറ്റ് കഴിഞ്ഞാൽ ചെന്നൈ ജയിച്ച് കഴിഞ്ഞാൽ ചെന്നൈ എന്ത് ചെയ്യും, നേരെ 4ാം സ്ഥാനത്തേക്ക് വരും. പഞ്ചാബ് നേരെ 5ാം സ്ഥാനത്തേക്ക്. അതേപോലെ RR ജയിച്ച് കഴിഞ്ഞാൽ പഞ്ചാബിന് 6ാം സ്ഥാനത്തിലേക്ക് പോകും. അപ്പോൾ പഞ്ചാബിനെ സംബന്ധിച്ച് പഞ്ചാബിന് ഇനിയുള്ള എല്ലാ മാച്ചും എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ എല്ലാ മാച്ചുകളും നമുക്കവർ ജയിച്ച് പ്ലേ ഓഫിൽ കയറി പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് കിട്ടും എന്ന് തന്നെ വിചാരിക്കാം. ഡൽഹിനെ സംബന്ധിച്ച് ഡൽഹിക്ക് 10% ചാൻസിനെ കൽപ്പിക്കുന്നുള്ളൂ. പക്ഷെ പഞ്ചാബിന് അങ്ങനെയല്ല. പഞ്ചാബിന് സാധ്യതകൾ ഇഷ്ടം പോലെയാണ്. ഡൽഹിക്ക് ഒരു 10% തന്നെ കൽപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്തൊരു മത്സരത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.